ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇക്വേഷൻ, ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടതെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ എക്സിനെ കിട്ടണമെങ്കിൽ ഈ എക്സിൻ്റെ പവറായിട്ടുള്ള 2നെ നമ്മൾ ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും ഹോൾ റേസ്ഡ് 1/2 എടുക്കുക. ഓക്കെ, അപ്പം എക്സ് സ്ക്വയർ റേസ്ഡ് 1/2 ഈക്വൽ ടു 2 റേസ്ഡ് 1/2 എന്ന് വരും. ഈ എക്സ് സ്ക്വയർ റേസ്ഡ് 1/2 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ പവറാണ് 1/2. അപ്പോൾ അങ്ങനെ ഒരു ടേമിൻ്റെ പിന്നെ ഇത് എക്സിൻ്റെ ഒരു പവർ 2ഉം പിന്നെ മൊത്തത്തിലുള്ള പവർ 1/2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു 2 ഇൻറ്റു 1/2 ഈക്വൽ ടു 2 റേസ്ഡ് 1/2 എന്ന് വരും. 2 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ 2 ക്യാൻസലായിട്ട് എന്ത് വരും? എക്സ് തന്നെ വരും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 2 റേസ്ഡ് 1/2. ഓക്കെ, അതേപോലെ 1 + r റേസ് ടു 4 ഈക്വൽ ടു 2 ആണ്. അപ്പോൾ 1 + rനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ഹോൾ റേസ് ടു 1/4 എടുക്കണം. അപ്പോൾ 1 + r റേസ് ടു 4 ഓൾ റേസ് ടു 1/4 ഈക്വൽ ടു 2 റേസ് ടു 1/4 എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1 + r ഹോൾ റേസ് ടു 4 ഇൻറ്റു ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 ഇൻറ്റു 1/4 ഈക്വൽ ടു 2 റേസ് ടു 1/4 ആൻഡ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ്, അപ്പോൾ ഇവിടെ എന്തായിപ്പോയി? 4 ക്യാൻസലായി പവർ 1 വരും. പവർ 1 എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പർ തന്നെ എന്നല്ലേ. അപ്പോൾ അതായത് എക്സ് റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, 2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 1 + r റേസ് ടു 1 എന്ന് പറഞ്ഞാൽ 1 + r ആണ്. അപ്പോൾ 1 + r ഇസ് ഈക്വൽ ടു 2 റേസ് ടു 1/4. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആക്ച്വലി 4th റൂട്ട് എന്ന് പറയുമ്പോൾ 2 റേസ് ടു 1/4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതുക, ഫോർത്ത് റൂട്ട് ഓഫ് 2. അതേപോലെ 2 റേസ് ടു 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3rd റൂട്ട് ഓഫ് 2 ആണ്. പിന്നെ സിംപ്ലി 2 റേസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. ഇനി 2 റേസ് ടു 1/10 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് 10th റൂട്ട് ഓഫ് 2. ഓക്കെ.